ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന ഏവർക്കും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം. സംഖ്യാപുസ്തകം 15-ാം അധ്യായമാണ് നമ്മൾ ഇന്ന് വായിക്കുന്നത്. ഈ 15-ാം അധ്യായത്തിൽ കർത്താവിന് അർപ്പിക്കേണ്ട കാഴ്ചകളെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അതിൻ്റെ ഈ 5-ാം അധ്യായത്തിൽ പ്രധാനമായി 5 കാര്യങ്ങളാണ് കാഴ്ചകളെക്കുറിച്ച് ഇവിടെ ബന്ധപ്പെട്ട് ഇവിടെ പറയുന്നത്. 1 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ വഴിപാടുകൾക്കുള്ള അളവും അതിൻ്റെ മറ്റ് കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. 17 മുതൽ 21 വരെ ആദ്യഫലത്തിൻ്റെ മാവ് കൊണ്ട് അപ്പമുണ്ടാക്കുന്നത് സംബന്ധിച്ച് അതിൻ്റെ രീതികളെക്കുറിച്ചാണ് പറയുന്നത്. 22 മുതൽ 31 വരെയുള്ള വാക്യങ്ങളിൽ പാപയാഗം സംബന്ധിച്ച നിയമങ്ങളെക്കുറിച്ച് പറയുന്നു. 32 മുതൽ 36 വരെ ശാബത്ത് ലംഘനം സംബന്ധിച്ചുള്ള ശിക്ഷകളെക്കുറിച്ച് പറയുന്നു. 37 മുതൽ 41 വരെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ സംബന്ധിച്ച കാര്യങ്ങളെക്കുറിച്ച് പറയുന്നു. ഇതെല്ലാം ദൈവത്തിന് സമർപ്പിക്കേണ്ട ആ വഴിപാടുകളാണ്, യാഗങ്ങളെക്കുറിച്ച് അതിൻ്റെ വിശദീകരണങ്ങളാണ് ഇനി നമ്മൾ വായിക്കുന്നത്. 1 മുതൽ 16 വരെ മൃഗത്തെ യാഗം കഴിക്കുമ്പോൾ അതോട് ചേർന്ന് അർപ്പിക്കേണ്ട മാവ്, എണ്ണ, വീഞ്ഞ് എന്നിവയുടെ അളവുകളെക്കുറിച്ച് പറയുന്നു. ലേവ്യ പുസ്തകത്തിൽ ഇതൊക്കെ അർപ്പിക്കുമ്പോൾ മാവിൻ്റെയോ എണ്ണയുടെയോ വീഞ്ഞിൻ്റെയോ അളവുകൾ പറയുന്നില്ല. അത് അർപ്പിക്കണമെന്ന് മാത്രമേ അവിടെ പറയുന്നുള്ളൂ. എന്നാൽ ഇവിടെ അതിൻ്റെ പ്രത്യേകമായ അളവുകൾ കൃത്യമായിട്ട് ഇവിടെ പറയുന്നുണ്ട്. ഈ വഴിപാടുകളൊക്കെ കനാനിൽ വന്ന് സ്ഥിരതാമസമായതിനു ശേഷം മാത്രം നടത്തിയാൽ മതിയെന്ന് പറയുന്നു. കാരണം ധാന്യബലിയൊക്കെ അർപ്പിക്കണമെങ്കിൽ അവർ സ്ഥിരം താമസിച്ച് കൃഷി ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവണം. ഇപ്പോൾ അവർ മരുഭൂമി യാത്രയിലാണ്. എന്നാൽ ചെന്നതിന് ശേഷം എന്ത് ചെയ്യണമെന്ന് വർഷങ്ങൾക്ക് മുൻപ് തന്നെ മോശെ മുഖാന്തരം കൃത്യമായ അളവുകൾ വരെ യഹോവയായ ദൈവം ഇവിടെ പറയുന്നു. അപ്പോൾ ദൈവത്തിന് ആ ജനതയോടുള്ള വ്യക്തിപരമായ അവരുടെ ആ വലിയ കരുതൽ ഇവിടെ നമുക്ക് വളരെ വ്യക്തമായി നമുക്കിത് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇവിടെ 1 ഹീൻ എണ്ണ അഥവാ വീഞ്ഞെന്നൊക്കെ പറഞ്ഞു. 1 ഹീൻ എന്ന് പറഞ്ഞാൽ ഏകദേശം 1.5 ഗ്യാലൻ ആണെന്നാണ് ഇതിനെപ്പറ്റി ചരിത്രകാരന്മാർ പറയുന്നത്. ഇവിടെ ഇങ്ങനെ അർപ്പിക്കുന്ന പാനീയ യാഗത്തെക്കുറിച്ച് പറയുന്നതിൻ്റെ രീതികൾ എങ്ങനെയാണെന്ന് ഇവിടെ പറയുന്നില്ല. എന്നാൽ അത് യാഗപീഠത്തിൻ്റെ ചൂടിൽ ഒഴിച്ച് കളയുകയായിരുന്നു എന്ന് ചില രേഖകളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. 17 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ ആദ്യ ഫലത്തെപ്പറ്റിയാണ് ഇവിടെ ഇത് പറയുന്നത്. അതായത് മെതിക്കളത്തിൽ നിന്ന് ആദ്യം എടുക്കുന്നതായ ആ ധാന്യം അത് പൊടിച്ച് അതിൽ നിന്നുണ്ടാക്കുന്ന ആ അപ്പത്തെക്കുറിച്ചാണ് പറയുക. അത് പുരോഹിതൻ്റെ കരങ്ങളിലെടുത്ത് പുരോഹിതൻ അത് ഉയർത്തി ദൈവകരങ്ങളിൽ അത് സമർപ്പിക്കുന്നതിനെ പറ്റിയാണ് ആദ്യഫലം എന്നിവിടെ പറയുന്നത്. ഇനി 21-ാം വാക്യത്തിൽ പറയുന്ന തരിമാവെന്ന് പറയുന്നത് ആദ്യ വിളവ് ഇടിച്ചെടുക്കുമ്പോൾ ഉണ്ടാകുന്ന ആ മാവിനെയാണ് ഇവിടെ ഇത് തരിമാവ് എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നതാണ്. 22 മുതൽ 31 വരെയുള്ള വാക്യങ്ങളിൽ പാപയാഗം സംബന്ധിച്ചുള്ളതായ ചട്ടങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ഇവിടെ 2 തരം കുറ്റക്കാരുണ്ട്. ലേവ്യ പുസ്തകത്തിൽ നമ്മൾ കണ്ടു. ഒന്ന് സമൂഹപരമായ കുറ്റമുണ്ട്, വ്യക്തിപരമായ കുറ്റമുണ്ട്. ഇവിടെ യാഗം അർപ്പിക്കുന്നത് വ്യക്തിപരമായ കുറ്റത്തിന് വേണ്ടിയിട്ടാണ്. പാപയാഗം അർപ്പിക്കുന്നത് സമൂഹപരമായ ആ കുറ്റത്തിന് വേണ്ടിയിട്ടാണ്. വ്യക്തിപരമായ കുറ്റം അത് മനഃപൂർവ്വം ചെയ്യുന്നതാണെങ്കിൽ അതിന് വാസ്തവത്തിൽ യാഗമില്ല. കാരണം മനഃപൂർവ്വം ചെയ്യുന്ന തെറ്റ് ദൈവത്തിൻ്റെ കൽപ്പനകളെ മനഃപൂർവ്വം ലംഘിക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ ദൈവത്തിൻ്റെ കൽപ്പനകളെ മനഃപൂർവ്വം ലംഘിക്കുന്നവന് അവന് പ്രായശ്ചിത്തമായിട്ടൊന്നും ചെയ്യാൻ ആകില്ല. അതിന് പരിഹാരമില്ല. കാരണം അത് മനഃപൂർവ്വം ചെയ്യുന്നത് കൊണ്ട് അതിന് തീർച്ചയായിട്ടും അത് ശിക്ഷിക്കപ്പെടേണ്ടതാണ്. അത് കരുതിക്കൂട്ടി ചെയ്യുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ദൃഷ്ടാന്തം ഇവിടെ പറയുന്നുണ്ടല്ലോ. ഒരാൾ സാവതിൽ വിറക് ശേഖരിക്കാൻ പോകരുതെന്നുള്ള നിയമം വളരെ വ്യക്തമായി പറഞ്ഞിരിക്കെ അവൻ പോകുമ്പോൾ ദൈവത്തിൻ്റെ കൽപ്പനയെ ലംഘിച്ചു പോകുകയാണ്. അപ്പം അതിന് കഠിനമായ ശിക്ഷയാണ് അവിടെ പറയുന്നത്. പുതിയ നിയമത്തിൽ നമ്മുടെ കർത്താവ് പറയുന്നു, മനുഷ്യനോട് ചെയ്യുന്ന പാപങ്ങളൊക്കെ ക്ഷമിക്കപ്പെടും. നമ്മൾ ഇതിനു മുമ്പ് ചിന്തിച്ചിട്ടുള്ളതാണ്. എന്നാൽ പരിശുദ്ധാത്മാവിനെതിരായ പാപം ക്ഷമിക്കാൻ ബുദ്ധിമുട്ടാണ്.
പരിശുദ്ധാത്മാവിനെതിരായ പാപം എന്ന് പറഞ്ഞാൽ നമുക്ക് പാപബോധം നമുക്ക് തരുന്നത്, ഒരു കാര്യം ചെയ്യരുത് എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. ആ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർമ്മിപ്പിച്ചിട്ടും നമ്മൾ ആ തെറ്റ് ചെയ്യുന്നെങ്കിൽ അത് ആ പരിശുദ്ധാത്മാവിനെതിരായ പാപമാണ്, ദൈവത്തിനെതിരായ പാപമാണ്. അതിന് ക്ഷമ കിട്ടുക അത്ര എളുപ്പമല്ല എന്ന് കർത്താവും പറഞ്ഞത് നമ്മൾ ഈ സമയത്ത് ഓർക്കേണ്ടതാണ്. 37 മുതൽ 41 വരെയുള്ള ഭാഗങ്ങളിൽ തൊങ്ങൽ ലഭിക്കുന്നതിനെക്കുറിച്ച് ആണ് പറയുന്നത്. അതിന് ഒരു മാന്ത്രികമായ അർത്ഥമുണ്ടെന്ന് അന്നത്തെ അവിടെ ഉണ്ടായിരുന്ന ജനതകളൊക്കെ വിശ്വസിച്ചിരുന്നു. മറ്റുള്ള ജാതികളുള്ള ആളുകളൊക്കെ വസ്ത്രത്തിൻ്റെ തൊങ്ങലിന് മാന്ത്രിക ശക്തി ഉണ്ടെന്ന് അവർ വിശ്വസിച്ച്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ ന്യായപ്രമാണത്തിൻ്റെ ഓർമ്മപ്പെടുത്തലാണ്. ആ തൊങ്ങൽ കാണുമ്പോൾ ന്യായപ്രമാണം അവർ ഓർക്കണം, അതനുസരിച്ച് അവരുടെ ജീവിതത്തെ ക്രമീകരിക്കുവാൻ നമുക്ക് സാധിക്കണം. അതിനുവേണ്ടി അവർ ഉപയോഗിച്ച അടയാളമായിരുന്നു അവരുടെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ എന്ന് പറയുന്നത്. അത്തരമുള്ള അങ്ങനെ ഉള്ളതായ ആ വസ്ത്രത്തിന് തലീത്ത എന്ന് പേര് പറഞ്ഞു വന്നിരുന്നുവെന്ന് ചില പുരാതന രേഖകളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്രകാരം ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തെ ഓർമ്മപ്പെടുത്തുന്ന തൊങ്ങലുകളുള്ള വസ്ത്രത്തിന് പറഞ്ഞിരുന്ന പേരാണ് ആ തലീത്ത. അത് വേദപുസ്തകത്തിലില്ല, എന്നാൽ ചില ചരിത്രകാരന്മാർ അപ്രകാരം രേഖപ്പെടുത്തിയിട്ടുണ്ട്. പുതുനിയമത്തിൽ നമ്മൾ വരുമ്പോൾ ഈ കാഴ്ചകളെല്ലാം ആത്മീയമാണ്, ആന്തരികമാണ്, അല്ലെങ്കിൽ പൂർണ്ണമായ സമർപ്പണമാണ്. ഒരു വ്യക്തിയെ ദൈവസ്ഥലത്തിൽ പൂർണ്ണമായി സമർപ്പിക്കുന്നതാണ് പുതിയ നിയമത്തിൽ യഥാർത്ഥമായ യാഗം, യഥാർത്ഥമായ സമർപ്പണം എന്ന് പറഞ്ഞാൽ പൂർണ്ണമായി സമർപ്പിക്കുക എന്ന് പറഞ്ഞാൽ ആത്മ, ശരീര, മനസ്സുകളെ, ബോഡി, മൈൻഡ് ആൻഡ് സ്പിരിറ്റ്, ഇത് 3 ദൈവത്തിന് പൂർണ്ണമായി സമർപ്പിക്കുമ്പോഴാണ് അതിന് യഥാർത്ഥ യാഗമെന്ന് നമുക്ക് പറയാൻ സാധിക്കുക. അതുകൊണ്ടാണ് പിതാക്കന്മാർ പാടിയത്, എന്നെ തന്നെ സന്നിധിയിൽ കാഴ്ചയണപ്പാനും നാഥ, എന്നെ നിനക്ക് സുഗന്ധമായി അർപ്പിപ്പാനും കൃപ ചെയ്യുക. ആത്മശരീര മനസ്സുകളാം എന്നോട് തിരുമുൽ കാഴ്ചകളെ താതസുദാശ്വാസപ്രദനെ അൻപോട് കൈക്കൊണ്ടിടണമേ. അപ്പം നമ്മെ തന്നെയാണ് ദൈവകരങ്ങളിൽ പൂർണ്ണമായി നമ്മൾ സമർപ്പിക്കേണ്ടത്. അതാണ് ദൈവത്തിന് ഇഷ്ടം. ദൈവം അതാണ് നമ്മിൽ നിന്ന് എപ്പോഴും പ്രതീക്ഷിക്കുന്നത്. നമ്മളിത് കൂടുന്ന വസ്തുക്കളേക്കാൾ ഉപരി, നമ്മൾ നടത്തുന്ന പ്രാർത്ഥനകളേക്കാൾ ഉപരി, നമ്മൾ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളേക്കാൾ ഉപരി നമ്മെ തന്നെ ദൈവസ്ഥലത്തിൽ സമർപ്പിക്കുക. നമ്മെ തന്നെ സമർപ്പിക്കുന്നതിൻ്റെ പ്രതീകമായിട്ടാണ് ബാക്കി ആചാരാനുഷ്ഠാനങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ദൈവത്തിന് ഏറ്റവും ദൈവം ഇഷ്ടപ്പെടുന്നതും ആഗ്രഹിക്കുന്നതും നമ്മളെ തന്നെയാണെന്നുള്ള ബോധ്യത്തോടെ പൂർണ്ണമായ സമർപ്പണത്തോടെ ജീവിക്കുവാൻ ഈ ഓരോ അധ്യായങ്ങളും വായിക്കുമ്പോൾ നമുക്കിടയാകണം. ദൈവമേ, പരിശുദ്ധാത്മാവേ, ആ പൂർണ്ണ സമർപ്പണത്തിന് ഞങ്ങളെ ശക്തീകരിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരെയും സർവശക്തനായ ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ.